Hello dear students, welcome back to ISKC English. Okay dear students, നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് റിപ്പോർട്ടഡ് സ്പീച്ച്. അപ്പോൾ നിങ്ങൾക്ക് അറിയണ്ടായിരിക്കും റിപ്പോർട്ടഡ് സ്പീച്ച് ഇത് നമ്മളുടെ മൂന്നാമത്തെ ക്ലാസ് ആണ് ഇന്ന് നമ്മൾ. അപ്പോൾ നമ്മുടെ ലാസ്റ്റ് ക്ലാസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ റിപ്പോർട്ടഡ് സ്പീച്ചിലെ ഇമ്പറേറ്റീവ് സെന്റൻസ്, അതായത് റിക്വസ്റ്റും കമാൻഡും വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് റിപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ നോക്കിയത്. അപ്പോൾ ഓക്കെ, നമുക്ക് ഇനി ഇന്നത്തെ നമ്മുടെ ക്ലാസ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നോക്കൂ, if the reporting verbs are suggested, denied, insisted, apologized, ഇനി റിപ്പോർട്ടിംഗ് വെർബുകളായിട്ട് സജസ്റ്റഡ്, ഡിനൈഡ്, അല്ലെങ്കിൽ ഇൻസിസ്റ്റഡ്, അല്ലെങ്കിൽ അപ്പോളജൈസ്ഡ്, ക്ഷമാപണം നടത്തി, ഇത്തരത്തിലുള്ള വെർബുകൾ റിപ്പോർട്ടിംഗ് വെർബ്സ് ആയിട്ട് വരുമ്പോൾ റിപ്പോർട്ടിംഗ് വെർബ് പ്ലസ്, അപ്പൊ ഇവ റിപ്പോർട്ടിംഗ് വെർബ്, അതിനുശേഷം വെർബ് പ്ലസ് ING ഫോം ക്യാൻ ആൾസോ ബി യൂസ്ഡ്. അതിനുശേഷം നമ്മൾ വെർബ് ഉപയോഗിക്കണം, പിന്നെ ING ഫോമും. അതായത് അപ്പോ ഇൻസിസ്റ്റഡ്, സജസ്റ്റഡ്, ഡിനൈഡ്, അപ്പോളജൈസ്ഡ്, ഈ വേർബ്സിൽ ഏതെങ്കിലും ഇവ റിപ്പോർട്ടിംഗ് വെർബ് ആയിട്ട് വരികയാണെങ്കിൽ ഇവക്ക് ശേഷം നമ്മൾ എന്ത് ചെയ്യണം? വെർബ് പ്ലസ് ING വെർബ്, അതായത് നമ്മളെ സ്പീച്ച് ഉണ്ടല്ലോ, സ്പീച്ചിലെ വെർബ് പ്ലസ് ING ഫോം നമ്മൾ എന്ത് ചെയ്യണം? ഉപയോഗിക്കണം. എക്സാമ്പിൾ നോക്കുക, ആൻഡ് സെഡ് സോറി ഐ കെയിം വെരി ലേറ്റ് യെസ്റ്റർഡേ. ഇതൊരു ക്ഷമാപണം പറയുന്ന സെന്റൻസ് ആണ്. ആൻ പറയാണ്, ക്ഷമിക്കണം, ഞാൻ ഇന്നലെ വളരെ ലേറ്റായാണ് വന്നത്. സോറി, ക്ഷമിക്കണം. അപ്പൊ ഇവിടെ നമുക്കറിയാം ഈ സെന്റൻസ് ഒരു ക്ഷമാപണം പറയുന്നതായതുകൊണ്ട് തന്നെ നമ്മളിവിടെ അപ്പോളജൈസ്ഡ് എന്നുള്ള റിപ്പോർട്ടിംഗ് വെർബാണ് ഉപയോഗിക്കേണ്ടത്. അപ്പൊ നമുക്കൊന്ന് റിപ്പോർട്ട് ചെയ്ത് നോക്കാം. ആൻ അപ്പോളജൈസ്ഡ്, ആൻ എന്ത് ചെയ്തു? ക്ഷമാപണം നടത്തി. അപ്പോളജൈസ്ഡ്. ഇനി ഇവിടെ വരുന്നത്, അപ്പൊ ഇവിടെ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇവിടെ ഇനി V1 നമ്മൾ ING രൂപത്തിക്ക് മാറ്റണം. V1 എന്ത് ചെയ്യണം? നേരത്തെ പറഞ്ഞു, അതായത് V1 പ്ലസ് ING, അതായത് V1 നമ്മൾ ING രൂപത്തിക്ക് മാറ്റണം. അപ്പൊ എന്തായിരിക്കാം? ഐ കെയിം വെരി ലേറ്റ് യെസ്റ്റർഡേ. ഇവിടെ ഈ കെയിം എന്നുള്ളതിനെ നമ്മൾ കം പ്ലസ് ING, കെയിം എന്നുള്ളതിന്റെ V1 ആണ് ഏത്? കം. ആ രൂപത്തിലേക്ക് നമ്മൾ മാറ്റണം. അപ്പൊ എങ്ങനെ ആൻസർ വരിക? ആൻ അപ്പോളജൈസ്ഡ് ഫോർ കമ്മിങ് ലേറ്റ്, ഫോർ കമ്മിങ് വെരി ലേറ്റ് യെസ്റ്റർഡേക്ക് ദ പ്രീവിയസ് ഡേ. ഒന്നുകൂടി പറയാം, ആൻ അപ്പോളജൈസ്ഡ് ഫോർ കമ്മിങ് വെരി ലേറ്റ്. അപ്പൊ അപ്പോളജൈസ്ഡ് വന്നത് കൊണ്ടാണ് ആ ചോദ്യത്തിൽ വന്ന വെർബ് അത് കെയിം എന്ന വെർബാ. ആ വെർബിനെ നമ്മൾ എന്ത് ചെയ്തു? ING രൂപത്തിക്ക് മാറ്റി, അതായത് കമ്മിങ്. ഒരിക്കലും കെയിമിങ് പറ്റില്ല, കമ്മിങ്. V1 പ്ലസ് ING ഫോർ കമ്മിങ് വെരി ലേറ്റ് യെസ്റ്റർഡേ എന്നുള്ളതിന് ദ പ്രീവിയസ് ഡേ. നോക്കൂ, ഇനി അടുത്തത്, അടുത്ത എക്സാമ്പിൾ, let us go for a walk. let us go for a walk. ആൻഡ് പറയാം. നമുക്കറിയാവുന്ന കാര്യമാണ്, ലെറ്റസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് സജഷൻ ആണ് ലെറ്റസ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഇവിടെ റിപ്പോർട്ടിംഗ് വെർബായിട്ട് സജസ്റ്റഡ് ഉപയോഗിക്കണം, പിന്നെ ലെറ്റസ് വേണ്ട, സജസ്റ്റഡ്. അപ്പൊ നോക്കൂ, ഇവിടെ ആൻഡ് സജസ്റ്റഡ്. പിന്നെ നേരത്തെ ചെയ്ത പോലെ തന്നെ ഗോ എന്നുള്ളത് V1 മാറ്റണം, അല്ലെ? V1 ING, ഗോ എന്നുള്ളത് V1 തന്നെയാണ് ING രൂപം. ആൻഡ് സജസ്റ്റഡ് ഗോയിങ് ഫോർ എ വാക്ക്. ആൻഡ് സജസ്റ്റഡ്. അപ്പൊ ചേഞ്ച് നോക്കൂ, ലെറ്റസ് ഗോ, ലെറ്റസ് ആണ് എന്തായിട്ട് മാറിയത്? സജസ്റ്റഡ്. ഇവിടെ ഈ സെന്റൻസിൽ ആൻഡ് സെഡ് എന്നാ, നമ്മളത് ആ ലെറ്റസ് വന്നത് കൊണ്ട് സെഡ് എന്തായിട്ട് മാറ്റി? സജസ്റ്റഡ്. ആൻഡ് സജസ്റ്റഡ്. ലെറ്റസ് ഗോ, ഗോ എന്തായി മാറി? ഗോയിങ്. അപ്പൊ ആൻഡ് സജസ്റ്റഡ് ഗോയിങ് ഫോർ എ വാക്ക്. ഇനി അടുത്തത് റിപ്പോർട്ടിംഗ് ഓഫ് എക്സ്ക്ലമേറ്ററി സെന്റൻസസ്.
എന്താ എക്സ്ക്ലമേറ്ററി സെന്റൻസസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആശ്ചര്യം അല്ലേ? എക്സ്ക്ലമേറ്ററി സെന്റൻസസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സഡൻ ആയിട്ടുള്ള ഫീലിങ്സ്, ആശ്ചര്യചിഹ്നം ഉണ്ടായിരിക്കും അല്ലെ ഇത്തരം സെന്റൻസുകൾ. അപ്പൊ ഇത്തരം സെന്റൻസുകളിൽ നമ്മൾ റിപ്പോർട്ടിംഗ് വെർബായിട്ട് എന്താ ഉപയോഗിക്കേണ്ടത്? എക്സ്ക്ലൈമഡ് ഉണ്ടോ? എക്സ്ക്ലൈമഡ് വിത്ത് ജോയ് ഓർ സോറോ, എക്സ്ക്ലൈമഡ് ബിറ്റർലി, ഷൗട്ടഡ് ഇൻ ഡിലൈറ്റ്, ക്രൈഡ് ഔട്ട് ഇൻ ജോയ്, വിഷ്ഡ്, പ്രൈഡ് എക്സെട്ര. അപ്പൊ ഇത്തരം സെന്റൻസുകളിൽ നമ്മൾ റിപ്പോർട്ടിംഗ് വെർബായിട്ട് കാര്യമായിട്ട് എക്സ്ക്ലൈമഡ് അല്ലെങ്കിൽ പിന്നെ വിഷ്ഡ്, പിന്നെ പ്രൈഡ്, ക്രൈഡ് ഇതുപോലുള്ള വെർബുകൾ ഉപയോഗിക്കാം. ഇത് നോക്കൂ, നമ്മൾ എക്സ്ക്ലമേറ്ററി സെന്റൻസ് എന്ന് പറയുമ്പോൾ അതില് എക്സ്ക്ലമേഷൻ മാർക്ക് ഉണ്ടായിരിക്കും. നമ്മൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ എക്സ്ക്ലമേഷൻ മാർക്ക് ഒഴിവാക്കണം. കാരണം ഡയറക്റ്റിൽ മാത്രമേ എക്സ്ക്ലമേഷൻ മാർക്കിന്റെ ആവശ്യമുള്ളൂ. ഇൻഡയറക്റ്റ് നമ്മൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ അത് വേണ്ട. ഒരു എക്സാമ്പിൾ നോക്കിയാലോ, വാട്ട് എ ബ്രില്യന്റ് ഫിലിം സെഡ് ദാസ്. ഇവിടെ ദാസ് പറഞ്ഞു എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ അത് മാറ്റണം. ആ റിപ്പോർട്ടിംഗ് വെർബ് മാറ്റിയിട്ട് ദാസ് എക്സ്ക്ലൈമഡ്. ശ്രദ്ധിച്ചോ? അപ്പൊ അത് ആ സെന്റൻസ് എക്സ്ക്ലമേഷൻ സെന്റൻസ് ആയതുകൊണ്ട്, എക്സ്ക്ലമേറ്ററി സെന്റൻസ് ആയതുകൊണ്ട് ആ സെഡ് എന്നുള്ളത് മാറ്റിയിട്ട് ദാസ് എക്സ്ക്ലൈമഡ്, ദാസ് ആശ്ചര്യപ്പെട്ടു. ഇത് നമ്മുടെ സ്പീച്ച് ഏതാ? വാട്ട് എ ബ്രില്യന്റ് ഫിലിം. ഈ വാട്ട് എന്നുള്ളത് അത് എക്സ്ക്ലമേറ്ററി സെന്റൻസിന്റെ പ്രത്യേകതയാണ്. അതിന് റിപ്പോർട്ട് ചെയ്യുമ്പോൾ പിന്നെ അത് വേണ്ട. ഇത് നമ്മളിവിടെ സബ്ജക്റ്റ് കൊടുക്കണം അല്ലെ? വാട്ട് എ ബ്രില്യന്റ് ഫിലിം. ശരിക്കും ഇവിടെ ഫിലിമാണ് സബ്ജക്റ്റ്. നേരെ ശ്രദ്ധിക്കട്ടോ, ഫിലിമാണ് സബ്ജക്റ്റ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക? ഫിലിമിന് പകരം ഒരു പ്രോനൗൺ കൊടുക്കുക. ഫിലിമിന് പകരം ഒരു പ്രോനൗൺ, അതായത് ഫിലിമിന് പകരം കൊടുക്കാവുന്ന പ്രോനൗൺ ഏതാ? ജീവനില്ലാത്ത വസ്തുവല്ലേ, സിംഗിൾ, ഇറ്റ്. അപ്പൊ ഇങ്ങനെയാണ് വരിക, ഇറ്റ് വാസ് എ ബ്രില്യന്റ് ഫിലിം. അപ്പൊ നമ്മൾ ഇവിടെ സബ്ജക്റ്റും ആഡ് ചെയ്തു, വെർബും ആഡ് ചെയ്തു, ഇറ്റ് വാസ്. അപ്പൊ നമ്മൾ നോക്കണം നമ്മുടെ ഡയറക്റ്റില് വന്നിരിക്കുന്ന സബ്ജക്റ്റ് ഏതാണോ അതിന് പറ്റിയൊരു പ്രോനൗണ്. കാരണം ചില ഡയറക്റ്റിൽ തന്നെ അത് ഉണ്ടായിരിക്കും സെന്റൻസിന്റെ അവസാനത്തിൽ. അതില്ലെങ്കിൽ ഇതുപോലെ ആഡ് ചെയ്യണം. ഇനി നമുക്ക് ആൻസർ മൊത്തത്തിലൊന്ന് പറഞ്ഞു നോക്കാം. ദാസ് എക്സ്ക്ലൈമഡ് ദാറ്റ്, അതായത് റിപ്പോർട്ടിംഗ് വെർബിനെ സ്പീച്ചുമായിട്ട് ബന്ധിപ്പിക്കണം. അപ്പോ ദാസ് എക്സ്ക്ലൈമഡ് ദാറ്റ് ഇറ്റ് വാസ് എ ബ്രില്യന്റ് ഫിലിം. ഇറ്റ് വാസ് സബ്ജക്റ്റ് വെർബ്, ഇറ്റ് വാസ് എ ബ്രില്യന്റ് ഫിലിം. ഇനി അടുത്തത് അലാസ്. ഇത് ഡയറക്റ്റിൽ വരുന്ന ഒരു എക്സ്ക്ലമേഷനെ കാണിക്കുന്ന ഒരു എക്സ്പ്രഷനാണ്. അലാസ്, കഷ്ടം. ദ കിറ്റൺ ഈസ് ഡെഡ്. ദ കിറ്റൺ ഈസ് ഡെഡ്. സെഡ് ദാസ്. ഇത് ദാസു പറയാം. അപ്പൊ ഇവിടെ അലാസ് എന്നുള്ളത് അല്ലേ, നോക്കൂ. അപ്പൊ നമ്മൾ ആൻസർ പറയാണ് ഈ അലാസ് എന്നുള്ളത് കഷ്ടം. അപ്പൊ അതിനെ കാണിക്കാൻ വേണ്ടിയിട്ട് ദാസ് എക്സ്ക്ലൈമഡ് വിത്ത് സോറോ, സങ്കടം കൊണ്ട് ആശ്ചര്യപ്പെട്ടു. ആ അലാസിനെ കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ഞാൻ അതില്ലാതെ എക്സ്ക്ലൈമഡ് എന്ന് പറഞ്ഞാലും കുഴപ്പമില്ല. അപ്പൊ അലാസിന് പകരം എക്സ്ക്ലൈമഡ് വിത്ത് സോറോ. ദാസ് എക്സ്ക്ലൈമഡ് വിത്ത് സോറോ ദാറ്റ് എന്താണ്? ദ കിറ്റൺ വാസ് ഡെഡ്. നമ്മൾ പഠിച്ചതാണ് ഈസ് എന്നുള്ളത്. ദ കിറ്റൺ വാസ് ഡെഡ്. ഇവിടെ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് സബ്ജക്റ്റ് വെർബ് പാറ്റേണിലാണ് ഈ സെന്റൻസ്. ഏത്? കിറ്റൺ ഈസ് ഡെഡ്, സബ്ജക്റ്റ് വെർബ്. അതുകൊണ്ട് സബ്ജക്റ്റ് ഉള്ളത് കൊണ്ട്, വെർബ് ഉള്ളത് കൊണ്ടാണ് ആഡ് ചെയ്യാത്തത്. ആ ഈസ് എന്നുള്ളത് വാസിലേക്ക് മാറ്റി, അത്രേ ഉള്ളൂ. നോക്കൂ, അടുത്തത് നോക്കൂ. ഐ വിഷ് യു ഗോട്ട് സെലക്ഷൻ സെഡ് ദാസ്. ദാസ് പറയാണെന്ത്? ദാസ് പറയാണ് ഐ വിഷ് യു ഗോട്ട് സെലക്ഷൻ. നിനക്ക് സെലക്ഷൻ കിട്ടിയിരുന്നെങ്കിൽ എന്ന് ഞാൻ വിഷ് ചെയ്യുന്നു. അപ്പൊ ഇവിടെ ഒരു ആഗ്രഹം പ്രകടിപ്പിക്കണം. ആര്? ദാസ്. അപ്പൊ നമുക്ക് റിപ്പോർട്ടിംഗ് വെർബായിട്ട് വിഷ്ഡ് തന്നെ എടുക്കാം.
എന്നിട്ട് എങ്ങനെ പറയാം? ദാസ് വിഷ്ഡ് ദാറ്റ്. ദാറ്റ് സ്പീച്ചുമായിട്ട് കൂട്ടിച്ചേർക്കുക. ദാസ് വിഷ്ഡ് ദാറ്റ് ഐ ഹാഡ് ഗോട്ട് സെലക്ഷൻ. കണ്ടോ, ഇവിടെ യു ഗോട്ട് സെലക്ഷൻ. നിനക്ക്, നീ എന്ന് പറഞ്ഞാൽ ആരോടാണോ ദാസ് പറഞ്ഞ ആ വ്യക്തി തന്നെയാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഐ ആയത്. യു ഗോട്ട് സെലക്ഷൻ. ഗോട്ട് എന്നുള്ളത് പാസ്റ്റ് ആണ്. സോ പാസ്റ്റ് പെർഫെക്റ്റ് മാറ്റി. അപ്പൊ അതുകൊണ്ട് മൊത്തത്തിൽ സെന്റൻസ് ഒന്ന് നോക്കാം. ദാസ് വിഷ്ഡ് ദാറ്റ് ഐ ഹാഡ് ഗോട്ട് സെലക്ഷൻ. ഐ ഹാഡ് ഗോട്ട് സെലക്ഷൻ. ഇനി അടുത്തത് ദാസ് സെറ്റ്. ദാസ് പറയണ എന്താ പറയുന്നത്? മേ യു ലിവ് ലോങ്. മേ യു ലിവ് ലോങ്, അതായത് ഒരുപാട് നാൾ ജീവിക്കട്ടെ. ഇത് നമുക്കറിയാവുന്ന കാര്യമാണ്. ഇതൊരു പ്രാർത്ഥനയാണ്. ആരാ പ്രാർത്ഥിക്കുന്നത്? ദാസ്. അപ്പൊ എങ്ങനെ നമുക്ക് റിപ്പോർട്ട് ചെയ്യാം? ദാസ് പ്രേഡ് ദാറ്റ്. ദാസ് പ്രാർത്ഥിച്ചു അല്ലെ? പ്രേഡ് ദാറ്റ്. ആര്? ഐ മൈറ്റ് ലിവ് ലോങ്. ഐ മൈറ്റ്, അതായത് ഞാൻ ജീവിക്കട്ടെ അല്ലെ? മേ യു എന്നാ പറഞ്ഞത്. മേ യു ലിവ് ലോങ്. ആ സെന്റൻസിന്റെ ഓർഡർ കറക്റ്റ് ആക്കി. സബ്ജക്റ്റ് വെർബ്. ആ യു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിപ്പോർട്ട് ചെയ്യുന്ന ഞാൻ. എന്നോട് പറഞ്ഞത് ഞാൻ തന്നെയാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. മേ യു. യു വെർബ്, സോറി, യു എന്നുള്ളത് സബ്ജക്റ്റ്, മേ എന്നുള്ളത് വെർബ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? ആ യു എന്നുള്ള സബ്ജക്റ്റിനെ പുറത്ത് കൊണ്ടുവന്നു. അത് റിപ്പോർട്ട് ചെയ്യുന്ന ആളായത് കൊണ്ട് ഐനാക്കി മാറ്റി. അപ്പൊ ഐ മൈറ്റ് ലിവ് ലോങ്. ഓക്കെ. ഇനി അടുത്തത് ദാസ് തന്നെയാണ് പറയുന്നത്. ദാസ് സെഡ് വാട്ട് എ വണ്ടർഫുൾ പ്ലേസ്. ഓ, എന്തൊരു മനോഹരമായിട്ടുള്ള സ്ഥലമാണ്. ആശ്ചര്യപ്പെടുകയാണ്. ആര്? ദാസ്. അപ്പൊ തുടങ്ങാം. ദാസ് എക്സ്ക്ലെയിംഡ് ദാറ്റ്. എന്താണ് ആശ്ചര്യപ്പെട്ടത്? ഹോ, വാട്ട് എ വണ്ടർഫുൾ പ്ലേസ്. ഇവിടെ സബ്ജക്റ്റ് ഇല്ലല്ലോ. വാട്ട് വെച്ചാൽ തുടങ്ങിയത്. വാട്ട് ഒഴിവാക്കണം, സബ്ജക്റ്റിനെ ചേർക്കണം, വെർബിനെ ചേർക്കണം. നമ്മൾ തുടക്കത്തിൽ ചെയ്തിട്ടുണ്ട്. അപ്പൊ എങ്ങനെ ചെയ്യാം? ഇറ്റ് വാസ് അല്ലെ? അപ്പൊ ഒന്ന് കംപ്ലീറ്റ് പറഞ്ഞു നോക്കാം. ദാസ് എക്സ്ക്ലെയിംഡ് ദാറ്റ് ഇറ്റ് വാസ് എ വണ്ടർഫുൾ പ്ലേസ്. ഇറ്റ് എന്നുള്ള സബ്ജക്റ്റും വാസ് എന്നുള്ള വെർബും നമ്മൾ ആഡ് ചെയ്തു. ആ വാട്ട് എന്നുള്ളത് ഒഴിവാക്കി. എന്നിട്ട് അവിടെ നമ്മൾ സബ്ജക്റ്റ് അങ്ങോട്ട് വെർബും ആഡ് ചെയ്തു. ഇനി നോക്കൂ, അടുത്ത ടൈപ്പ് റിപ്പോർട്ടിംഗ് ഓഫ് ഇന്ററോഗേറ്റീവ് സെന്റൻസസ് ആണ്. ഇന്ററോഗേറ്റീവ് സെന്റൻസസ്, അതായത് ചോദ്യങ്ങൾ, ക്വസ്റ്റ്യൻസിനെ എങ്ങനെ റിപ്പോർട്ട് ചെയ്യാം. ഇനി നോക്കൂ, വൈൽ റിപ്പോർട്ടിംഗ് ക്വസ്റ്റ്യൻസിനെ റിപ്പോർട്ട് ചെയ്യുമ്പോൾ ഇൻഡയറക്റ്റ് ആക്കി നമ്മൾ മാറ്റുമ്പോൾ നമ്മൾ ഉപയോഗിക്കേണ്ട റിപ്പോർട്ടിംഗ് വെർബ് ഏതാ? ആസ്ക്ഡ്. ഏതാണ്? ആസ്ക്ഡ്, ഡിമാൻഡഡ്, എൻക്വയർഡ്, വാണ്ടഡ് ടു നോ. ഇതിൽ നമ്മൾ ഏറ്റവും കോമൺ ആയിട്ട് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നതാണ് ഏത്? ആസ്ക്ഡ്. നോക്കൂ, ഇനി ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. വൈൽ റിപ്പോർട്ടിംഗ് ഇൻട്രോഗേറ്റീവ് സെന്റൻസസ്, ക്വസ്റ്റ്യൻസിനെ നമ്മൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ കൃത്യമായിട്ട് ഓർക്കുക. അതായത് ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ അതിന്റെ പാറ്റേൺ ആദ്യം ക്വസ്റ്റ്യൻ വേർഡ്, പിന്നെ ഓക്സിലറി, അത് കഴിഞ്ഞിട്ട് സബ്ജക്റ്റ്, പിന്നെ വെർബ്. ഇതേക്കാരം പാറ്റേൺ. യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ആണെങ്കിൽ ആദ്യം ഓക്സിലറി, പിന്നെ സബ്ജക്റ്റ്. എന്ത് പാറ്റേൺ ആയിക്കോട്ടെ, നമ്മൾ ക്വസ്റ്റ്യൻസിനെ റിപ്പോർട്ട് ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം സബ്ജക്റ്റ്, പിന്നെ വെർബ്, സബ്ജക്റ്റ് വെർബ്. ഇതില് ക്വസ്റ്റ്യൻ വേർഡ് ഉണ്ടെങ്കിൽ ക്വസ്റ്റ്യൻ വേർഡ് കൊടുക്കാം, WH ക്വസ്റ്റ്യൻ വേർഡ്. അത് കഴിഞ്ഞിട്ട് സബ്ജക്റ്റ്, പിന്നെ വെർബ്. സാധാരണ പാറ്റേൺ ക്വസ്റ്റ്യൻ വേർഡ് കഴിഞ്ഞാൽ ഓക്സിലറി, വൈ ആർ യു. ഇത് നമ്മൾ മാറ്റിയിട്ട് ക്വസ്റ്റ്യൻ വേർഡ് കഴിഞ്ഞാൽ ആദ്യം പാറ്റേൺ ഇതാണ്, സബ്ജക്റ്റ് വെർബ്. അത് ചിലപ്പോൾ ഓക്സിലറി ആവാം, മറക്കരുത്. സബ്ജക്റ്റ് വെർബ്, ഇതാണ് പാറ്റേൺ, മറക്കാൻ പാടില്ല. ഇനി നോക്കൂ, അടുത്ത ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. വെൻ റിപ്പോർട്ടിംഗ് എ ക്വസ്റ്റ്യൻ ദാറ്റ് ബിഗിൻസ് വിത്ത് ആൻ ഓക്സിലറി വെർബ്, അതായത് നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഓക്സിലറി വെർബ് കൊണ്ട് തുടങ്ങുന്ന ചോദ്യമാണെങ്കിൽ, അതായത് ഒരു യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ആണെങ്കിൽ
നമ്മൾ റിപ്പോർട്ടിംഗ് വെർബിന് ശേഷം ഇഫ് അല്ലെങ്കിൽ വെദർ ഉപയോഗിക്കണം. ഒന്നുകൂടി പറയാം, നമ്മൾ ക്വസ്റ്റ്യൻ റിപ്പോർട്ട് ചെയ്യുമ്പോൾ അത് ഓക്സിലറി വെർബ് കൊണ്ട് തുടങ്ങുന്ന എസ് ഓർ നോ ക്വസ്റ്റ്യൻ ആണെങ്കിൽ റിപ്പോർട്ടിംഗ് വെർബിന് ശേഷം നമ്മൾ ഇഫ് ഓർ വെദർ ഉപയോഗിക്കണം. ഇനി ഇഫ് ദ ക്വസ്റ്റ്യൻസ് ബിഗിൻസ് വിത്ത് ക്വസ്റ്റ്യൻ വേർഡ്സ് ലൈക്ക് ഹൂ, ഹൂം, whose, what, which, why, when, where and how. No connective should be used with reporting verbs. ഇനി നമ്മളുടെ ചോദ്യത്തിൽ അതായത് WH ക്വസ്റ്റ്യൻ വേർഡ് വരികയാണെങ്കിൽ, അതായത് ഹൂ അല്ലെങ്കിൽ വെന്, വേർ, വൈ, വിച്ച് ഇതുപോലത്തെ ക്വസ്റ്റ്യൻ വേർഡ് വരികയാണെങ്കിൽ റിപ്പോർട്ടിംഗ് വെർബ് ആയിട്ടുള്ള ആസ്ക്ഡ് അല്ലെങ്കിൽ ഏത് റിപ്പോർട്ടിംഗ് വെർബ് ആണെങ്കിൽ അതിനുശേഷം കണക്റ്റീവ് ഉപയോഗിക്കണ്ട. നമ്മൾ ഉപയോഗിക്കുന്ന കണക്റ്റീവ് ഏതാ റിപ്പോർട്ട് ചെയ്യുമ്പോൾ? ദാറ്റ്. ആ ദാറ്റ് എന്ത് ചെയ്യണ്ട? ഉപയോഗിക്കണ്ട. ഇനി പ്രധാനപ്പെട്ട ഒരു കാര്യം, നമ്മളെ ചോദ്യം അല്ലെങ്കിൽ ഡയറക്റ്റിൽ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ മാർക്ക് റിപ്പോർട്ട് ചെയ്യുമ്പോൾ ഉപയോഗിക്കരുത്. ക്വസ്റ്റ്യൻ മാർക്ക് ഷുഡ് നോട്ട് ബി യൂസ്ഡ് ഇൻ ഇൻഡയറക്റ്റ്. മറക്കരുത്, ഇൻഡയറക്റ്റില് ക്വസ്റ്റ്യൻ മാർക്ക് പാടില്ല. എക്സാമ്പിൾസ് നോക്കാം. 1, രാജു സെഡ് ടു പ്രിയ. രാജു പ്രിയയോട് പറഞ്ഞു. എന്താ പറഞ്ഞേ? വേർ ആർ യു സ്റ്റഡിയിങ്. ഇനി നമുക്കിത് റിപ്പോർട്ട് ചെയ്യാം. ഇതൊരു ചോദ്യമല്ലേ, അപ്പൊ അതുകൊണ്ട് ചോദിച്ചു എന്നാക്കണം. അപ്പൊ നമ്മൾ എങ്ങനെ പറയാം? റോൾ ആസ്ക്ഡ് പ്രിയ അല്ലെ? റോൾ ആസ്ക്ഡ് പ്രിയ. ഇനി എന്തു വേണ്ട? ദാറ്റ് വേണ്ട. കാരണം ഇവിടെ ക്വസ്റ്റ്യൻ വേർഡ് ഉണ്ട്. ഏത്? വേർ. ഇത് വരുമ്പോ റിപ്പോർട്ടിംഗ് വെർബിന് ശേഷം ദാറ്റ് വേണ്ട. അപ്പൊ നേരെ പറയാം, റോൾ ആസ്ക്ഡ് പ്രിയ വേർ. ഇനി നമ്മളെ ചോദ്യം നോക്കാം, വേർ ആർ യു. അപ്പൊ വേർ കഴിഞ്ഞിട്ട് ആറാണ്. ഞാൻ നേരത്തെ പാറ്റേൺ നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ക്വസ്റ്റ്യൻ വേർഡ് കഴിഞ്ഞാൽ സബ്ജക്റ്റ്. അപ്പൊ നമ്മൾ ആറിന് അപ്പുറത്തേക്ക് കൊണ്ടുപോയിട്ട് ആ യുവിനെ നമ്മൾ ഇപ്പുറത്തേക്ക് കൊണ്ടുവരണം. ആറിന് അപ്പുറത്തേക്ക് കൊണ്ടുപോവുക, യു എന്നുള്ളതിനെ ഇപ്പുറത്തേക്ക് കൊണ്ടുവരിക. ഇനി ശ്രദ്ധിക്കുക, ഇവിടെ യു ആരാ? റോയി പ്രിയയോട് ചോദിക്കുകയാണ്. അപ്പൊ ഇവിടെ യു എന്നുള്ളത് പ്രിയയാണ്. അപ്പൊ നമ്മള് ആ യു എന്നുള്ളതിന് പകരം, അവളൊരു സ്ത്രീ അല്ലേ, നമ്മൾ ഷീ എന്ന് എഴുതണം. അപ്പൊ വേർ ഷീ. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? വെർബ് എഴുതണം. നമുക്ക് നേരത്തെ തന്നിരിക്കുന്ന വെർബ് ആറായിരുന്നു. നമ്മൾ ആറിന്റെ പാസ്റ്റ് വേറാണ്. അവിടെ ആറ് വന്നത് എന്തുകൊണ്ടാ? ആ വൈ ആർ യു, യു വന്നത് കൊണ്ടാണ് ആറ്. ആ യു എന്നുള്ളത് ഷീനാക്കി. അപ്പൊ ആറിന്റെ പാസ്റ്റ് ആയ വേർ പറ്റില്ല, അതിനെ നമ്മൾ വാസിലേക്ക് മാറ്റണം. അപ്പൊ നമുക്ക് മൊത്തത്തിൽ ആൻസർ ഒന്ന് നോക്കാം. റോൾ ആസ്ക്ഡ് പ്രിയ വേർ ഷീ വാസ് സ്റ്റഡിയിങ്. വേർ ഷീ വാസ് സ്റ്റഡിയിങ്, ഇതാണ് ആൻസർ. ഇനി ക്വസ്റ്റ്യൻ മാർക്ക് വേണ്ട. ഇനി അടുത്ത ചോദ്യം, റോയ് സെഡ് ടു പ്രിയ. അടുത്തതും അതന്നെയാണ്. റോയ് പ്രിയയോട് പറയുന്നു, വൈ ഡിഡിന്റ് യു ബ്രിങ് മൈ ചെസ് ബോർഡ്. എന്തുകൊണ്ട് താൻ എൻ്റെ ചെസ് ബോർഡ് കൊടുന്നില്ല? വൈ ഡിഡിന്റ്. ഈ ചോദ്യം പാസ്റ്റിലാണ്. അങ്ങനെ പാസ്റ്റിൽ വരുമ്പോൾ ഇത് പാസ്റ്റ് പെർഫെക്റ്റിലേക്ക് മാറണം. അപ്പൊ ഇവിടെ ഹാഡ് പ്ലസ് V3 ഉപയോഗിക്കണം. നമുക്കിത് ചെയ്തു നോക്കാം. റോൾ ആസ്ക്ഡ് പ്രിയ വൈ. വൈക്ക് ശേഷം ഡിഡിന്റ് യു. ആ ഡിഡിന്റ് യു എന്നുള്ളത് യു ഡിഡിന്റ് ആക്കണം. ഡിഡ് അപ്പുറത്തേക്ക് പോയിട്ട് യു സബ്ജക്റ്റ് ഇപ്പുറത്തേക്ക് വരണം. യു ആരാ? പറയൂ, ആരാ യു? പ്രിയ. അപ്പൊ അതിന് പകരം നമ്മൾ ഷീ എഴുതി. പിന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഡിഡിനെ നമ്മൾ ഹാഡിലേക്ക് മാറ്റണം. അപ്പോ ഷീ ഹാഡ്. ഇനി വൈ ഡിഡിന്റ് യു ബ്രിങ് എന്ന, ബ്രിങ് എന്നുള്ളതിന് മൂന്നാമത്തെ രൂപം. അപ്പൊ എന്താ വരിക? വൈ ഷീ ഹാഡ് നോട്ട്. ഡിഡിന്റ് ഹാഡിന്റെ. അപ്പൊ ഹാഡ് നോട്ട് ബ്രോട്ട് മൈ ചെസ് ബോർഡ്. എന്റെ ചെസ് ബോർഡ് അല്ല, ആരുടെ? റോയിയുടെ. അപ്പൊ എന്താ പറയണ്ടേ? ഹിസ് ചെസ് ബോർഡ്. അപ്പൊ ആൻസർ മൊത്തത്തിലൊന്ന് പറഞ്ഞു നോക്കാം. റോയ് ആസ്ക്ഡ് പ്രിയ വൈ ഷീ ഹാഡ് നോട്ട്
ബ്രോട്ട് ഹിസ് ചെസ് ബോർഡ്. ഇനി ക്വസ്റ്റ്യൻ മാർക്ക് വേണ്ട, ഫുൾ സ്റ്റോപ്പ്. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ, റോയ് സെഡ് ടു പ്രിയ. ഇതെല്ലാം റോയ് പ്രിയയോട് ചോദിക്കുന്നതാണ്. വെൻ വിൽ യു ഗോ ടു മുംബൈ? നമുക്ക് ചെയ്ത് നോക്കിയാലോ. വെൻ വിൽ ആരാരോടാ ചോദിക്കുന്നത്? റോയ് ആസ്ക്ഡ് പ്രിയ വെൻ. ഇനി ആരാ? യു എന്നുള്ളത് ആരാ? ഷീ. അപ്പൊ വെൻ ഷീ വിൽ എന്തായിട്ട് മാറണം? വുഡ്. വെൻ ഷീ വുഡ് ഗോ ടു മുംബൈ. ആൻസർ ഒന്ന് മൊത്തം പറയാം. റോയ് ആസ്ക്ഡ് പ്രിയ വെൻ ഷീ വുഡ് ഗോ ടു മുംബൈ. അടുത്ത ക്വസ്റ്റ്യൻ, റോയ് ആണ് ചോദിക്കുന്നത്. റോയ് ആസ്ക്ഡ് ദ സ്റ്റുഡൻസ്. സ്റ്റുഡൻസിനോടാണ്. ഡിഡ് യു സ്റ്റഡി യുവർ എക്സാമിനേഷൻ? നിങ്ങളുടെ പരീക്ഷയ്ക്ക് നിങ്ങൾ പഠിച്ചോ? ഇവിടെ ഓക്സിലറി വെർബ് വെച്ച് തുടങ്ങി എസ് ഓർ നോ ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ഇവിടെ റിപ്പോർട്ടിംഗ് വെർബിന് ശേഷം ഈഫ് ഓർ വെദർ വേണം. ആരാ ചോദിക്കുന്നത്? റോയ് ആണ് ചോദിക്കുന്നത്. നമുക്ക് റിപ്പോർട്ട് ചെയ്ത് നോക്കിയാലോ. റോയ് അല്ലെ, റോയ് ആസ്ക്ഡ് അല്ലെങ്കിൽ റോയ് എൻക്വയർഡ്, അന്വേഷിക്കാണ്. എൻക്വയർ, റോയ് എൻക്വയർഡ് അല്ലെ. ഇനി എന്ത് വേണം? എൻക്വയർഡ്. ഈ ഫോർ വെദർ. അപ്പൊ ഇവിടെ വെദർ, ഈഫും കൊടുക്കാം വെദറും കൊടുക്കാം. ടെക്സ്റ്റിൽ വെദർ. അപ്പൊ റോയ് എൻക്വയർഡ് വെദർ അല്ലെ, വെദർ. എന്താ വേണ്ടത്? ഡിഡ് യു. യു സബ്ജക്റ്റ് ആണ്. ആരാ യു? സ്റ്റുഡൻസ്. ആ സ്റ്റുഡൻസിനെ അപ്പുറത്തേക്ക് കൊണ്ടുവരണം. ഡിഡ് അപ്പുറത്തേക്ക് പോവാ. അപ്പൊ എങ്ങനെ വരിക? വെദർ ദ സ്റ്റുഡൻസ്. ഇനി ഡിഡ് പാസ്റ്റ് ആണ്. അപ്പൊ എന്തായി മാറും? ഹാഡ്. അപ്പൊ ദ സ്റ്റുഡൻസ് ഹാഡ് സ്റ്റഡി എന്നുള്ളതിന്റെ V3. അപ്പൊ ദ സ്റ്റഡീഡ്. അപ്പൊ ദ സ്റ്റുഡൻസ് ഹാഡ് സ്റ്റഡീഡ് ഫോർ ദ എക്സാമിനേഷൻസ്. അപ്പൊ എക്സാമ്പിൾ ഒന്ന് ഒന്നിച്ചു പറയാം. റോയ് എൻക്വയർഡ് വെദർ ദ സ്റ്റുഡൻസ് ഹാഡ് സ്റ്റഡീഡ് ഫോർ ദ എക്സാമിനേഷൻ. അടുത്ത ചോദ്യം, റോയ് സെഡ് ടു പ്രിയ. എന്താ റോയ് പ്രിയയോട് പറയുന്നത്? ഡിഡ് യു നോ അവർ ഇംഗ്ലീഷ് ടീച്ചർ? ഞങ്ങളുടെ ഇംഗ്ലീഷ് ടീച്ചറെ നിനക്ക് അറിയുമോ? എൻക്വയർ, അറിയോന്നല്ലേ. നോക്കൂ, റോയ് ആസ്ക്ഡ് പ്രിയ. റോയ് പ്രിയയോട് ചോദിച്ചു. അറിയോ ഇല്ലയോ? യെസ് ഓർ നോ ക്വസ്റ്റ്യൻ. അപ്പൊ റോയ് ആസ്ക്ഡ് പ്രിയ ഈഫ്. ഇനി ഡു യു. എടോ എങ്ങനെ വന്നിട്ടുള്ളത്? ഡു യു എന്നുള്ളതാണ്. സോറി, ഡു യു അല്ല, ഡിഡ് യു നോ. അപ്പൊ ഇവിടെ യു എന്നുള്ളത് പുറത്തേക്ക് വരണം. ആരാ യു? പ്രിയ. അപ്പൊ അതിന് പകരം ഷീ. അപ്പൊ ഷീ പിന്നെ അപ്പുറത്ത് പറഞ്ഞ ഡിഡ് എന്തായിട്ട് മാറണം? ഹാഡ് ആയിട്ട്. അപ്പോ എന്താ വരിക? ഈഫ് ഷീ ഹാഡ്. നോ എന്നുള്ളതിന്റെ V3. നോൺ അവർ ഇംഗ്ലീഷ് ടീച്ചർ, ദെയർ ഇംഗ്ലീഷ് ടീച്ചർ. അപ്പൊ ആൻസർ നോക്കാം. റോയ് ആസ്ക്ഡ് പ്രിയ ഇഫ് ഷീ ഹാഡ് നോൺ ദെയർ ഇംഗ്ലീഷ് ടീച്ചർ. അവർ എന്നുള്ളത് ദെയർ എന്നായിട്ട് മാറി. നോക്കൂ, ക്വസ്റ്റ്യൻസിൽ ലാസ്റ്റ് വൺ, റോയ് സെഡ് ടു മീ. റോയ് എന്നോട് പറഞ്ഞു. ഡു യു പ്ലേ ക്രിക്കറ്റ്? താൻ ക്രിക്കറ്റ് കളിക്കോ? യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് റിപ്പോർട്ട് ചെയ്താലോ. റോയ് ആസ്ക്ഡ് മീ. റോയ് എന്നോട് ചോദിച്ചു. യെസ് ഓർ നോ ക്വസ്റ്റ്യൻ. വെദർ ഡു യു. യു ആരാ? ഞാൻ തന്നെ. അപ്പൊ ഐ അല്ലേ, അതായത് ഡു യു. എങ്ങനെ ക്വസ്റ്റ്യൻ വന്നത്? റോയ് ആസ്ക്ഡ് മീ വെദർ ഐ. ഇനി ഐന് ശേഷം വരുന്ന ഏതാ? ഇവിടെ ഡു യു പ്ലേ എന്നാ. യു പുറത്തേക്ക് വന്നു. യു പ്ലേ അല്ലേ, അതായത് യു ഇപ്പുറത്തേക്ക് വന്നു. പിന്നെ വരുന്നത് ഡു പ്ലേ. ഡു പ്ലേ എന്ന് പറഞ്ഞാൽ ഡു എന്നുള്ളതിന്റെ V2 ഏതാ? ഡിഡ്. ഡിഡ് പ്ലേ എന്ന് പറഞ്ഞാൽ പ്ലേഡ്. അപ്പൊ എങ്ങനെ വരിക? റോയ് ആസ്ക്ഡ് മീ വെദർ ഐ പ്ലേഡ് ക്രിക്കറ്റ്. ഐ പ്ലേഡ് ക്രിക്കറ്റ്. ഇവിടെ ശ്രദ്ധിക്കുക, ഡു യു എന്നുള്ളതിലെ ഡു, ആ യു എന്നുള്ളത് ഇപ്പുറത്തേക്ക് വന്നു ഐ ആയി. അങ്ങനെ വന്നു കഴിഞ്ഞാൽ പിന്നെ ബാലൻസ് വരുന്നത് ഡു പ്ലേ. ആ ഡു എന്നുള്ളത് എവിടെ പോയി? ആ ഡു ആണ് ഡിഡ് ആയത്. ഡിഡ് ആയി കഴിഞ്ഞാൽ ഡിഡ് പ്ലസ് V1 ഡിഡ് പ്ലേ സമം പ്ലേഡ്. ഡിഡ് പ്ലേ എന്ന് പറഞ്ഞാൽ എന്താ? പ്ലേഡ് ആണ്. അങ്ങനെയാണ് നമുക്ക് ആൻസർ കിട്ടുന്നത്. എന്താ ആൻസർ കിട്ടിയത്? റോയ് ആസ്ക്ഡ് മീ വെദർ ഐ പ്ലേഡ് ക്രിക്കറ്റ്. നോക്കൂ, ഇനി
അപ്പൊ നമ്മളിപ്പോ ഇവിടെ ലാസ്റ്റ് പറഞ്ഞത് എസ് ഓർ നോ ക്വസ്റ്റ്യൻസ്. എസ് ഓർ നോ ക്വസ്റ്റ്യൻസ് തന്നെയാണ് നമ്മൾ പറഞ്ഞത്. അത് നമ്മൾ കൂടുതലായിട്ടൊന്നും പറയാനില്ല. അതായത് ഒരു ജസ്റ്റ് ഒരു എക്സാമ്പിൾ മാത്രമേ ഉള്ളൂ. നോക്കൂ, സുധി സെഡ് ഡിഡ് യു വാച്ച് ദ മൂവി? രഞ്ജിത്ത് സെഡ് യെസ്. ഒരു സംഭാഷണം പോലെ. അപ്പൊ സുധി ആസ്ക്ഡ്, സുധി ചോദിക്കാണ്. എന്താ സുധി ചോദിച്ചത്? ഡിഡ് യു വാച്ച് ദാറ്റ് മൂവി? ഡിഡ് യു വാച്ച്? ഈ ഡിഡ് യു വന്നു കഴിഞ്ഞാൽ നമ്മൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ ഹാഡ് പ്ലസ് V3 വരണം, പാസ്റ്റ് പെർഫെക്റ്റ്. ഇനി ഡിഡ് യു എന്ന് പറയുമ്പോൾ യു ഇപ്പുറത്തേക്ക് വരണം. ഈ യു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സുധി ചോദിക്കാണ് ആരോട്? രഞ്ജിത്തിനോട്. അപ്പൊ രഞ്ജിത്ത് ഒരാണായതുകൊണ്ട് തന്നെ ക്വസ്റ്റ്യൻ എങ്ങനെ വരിക? സുധി ആസ്ക്ഡ്. ഇനി എന്താ വേണ്ടത്? രഞ്ജിത്ത്. സുധി ആസ്ക്ഡ് രഞ്ജിത്ത്. എസ് ഓർ നോ ക്വസ്റ്റ്യൻ ആണ്. അതുകൊണ്ട് വെദർ, പിന്നെ രഞ്ജിത്ത്, യു പുറത്തേക്ക് വരുമ്പോ ഹി. ഇനി വേണ്ടത് ഡിഡ് എന്നുള്ളത് ഹാഡ് വാച്ച്ഡ് ദാറ്റ് മൂവി. ഒന്നുകൂടി പറയാം. സുധി ആസ്ക്ഡ് രഞ്ജിത്ത്. എസ് ഓർ നോ ക്വസ്റ്റ്യൻ. വെദർ, സബ്ജക്റ്റ് ഇപ്പുറത്തേക്ക് വന്നു ഹി. ഡിഡ് വന്നത് കൊണ്ട് എങ്ങനെ വരും? സുധി ആസ്ക്ഡ് രഞ്ജിത്ത് വെദർ ഹി ഹാഡ് വാച്ച്ഡ് ദാറ്റ് മൂവി. ഇനി എന്താണ് അതിന് രഞ്ജിത്ത് പറഞ്ഞ മറുപടി? രഞ്ജിത്ത് സെഡ് യെസ് എന്ന് വെച്ചാൽ അവൻ മൂവി കണ്ടു. അത് എങ്ങനെ സെന്റൻസ് ആക്കി പറയാം? രഞ്ജിത്ത് സെഡ് അല്ലെങ്കിൽ രഞ്ജിത്ത് റിപ്ലൈഡ് ദാറ്റ് ഹി ഡിഡ്. ആ എസ് എന്നുള്ളതിനാണ് നമ്മൾ എങ്ങനെ പറഞ്ഞത്? രഞ്ജിത്ത് സെഡ് ദാറ്റ് ഹി ഡിഡ് മീൻസ് ഹി വാച്ച്ഡ് എന്നാട്ടോ, ഹി ഡിഡ്. ഇനി അടുത്തത് മിക്സ്ഡ് ടൈപ്പാണ്. അതായത് ജസ്റ്റ് എന്ത് ചെയ്യാണ്? ഒരു സെന്റൻസ് രണ്ട് സെന്റൻസ് ആക്കി തന്നിരിക്കുകയാണ്. നോക്കൂ, നമുക്ക് എങ്ങനെ റിപ്പോർട്ട് ചെയ്യാൻ നോക്കാം. സുധി സെഡ് ഐ ആം റീഡിങ് എ നോവൽ. വാട്ട് ആർ യു ഡൂയിങ് നൗ? ഈ രണ്ട് കാര്യങ്ങളാണ്. അതായത് സുധി പറയാണ് ഞാൻ ഒരു നോവൽ വായിക്കുന്നു, നീ എന്താ ചെയ്യുന്നത്? അപ്പൊ നമ്മൾ എങ്ങനെ റിപ്പോർട്ട് ചെയ്യാം? സുധി സെഡ് ദാറ്റ്. സുധി സെഡ് ദാറ്റ്. സുധി പറഞ്ഞു ഐ ആം റീഡിങ് എ നോവൽ. ഞാനാണോ നോവൽ വായിക്കുന്നത്? അല്ല, സുധി. അപ്പൊ എങ്ങനെ പറയേണ്ടത്? ഐന് പകരം ഹി, ആമിന് പകരം എന്താ? ഹി വാസ് റീഡിങ് എ നോവൽ. അയാൾ ഒരു നോവൽ വായിക്കുന്നു എന്ന് സുധി പറഞ്ഞു. പിന്നെ സുധി ഒരു ചോദ്യം ചോദിച്ചു. അപ്പൊ നമ്മൾ കൂട്ടിച്ചേർക്കണം. ആൻഡ് ആസ്ക്ഡ് മീ. എന്താ എന്നോട് ചോദിച്ചത്? അതായത് വാട്ട് ആർ യു ഡൂയിങ്? താൻ എന്താ ചെയ്യുന്നത്? വാട്ട് ആർ, അതായത് വാട്ട് ആർ യു. ആർ എന്നുള്ളത് വെർബ്, യു എന്നുള്ളത് സബ്ജക്റ്റ്. സബ്ജക്റ്റ് ഇങ്ങോട്ട് കൊണ്ടുവരണം. അപ്പൊ എങ്ങനെ വരിക? ആൻഡ് ആസ്ക്ഡ് വാട്ട് ഐ. ഇവിടെ ഐ എന്ന് വരാനുള്ള കാരണം സുധി എന്നോട് ചോദിച്ചത് ഞാൻ തന്നെ പറയാണ്, അതുകൊണ്ടാണ് ഐ വന്നത് കേട്ടോ. ആൻഡ് വാട്ട് ഐ വാസ് ഡൂയിങ് ദെൻ. നൗ എന്നുള്ള ദെൻ, ആ സമയത്ത് ഞാൻ എന്താണ് ചെയ്യുന്നതെന്ന് സുധി എന്നോട് ചോദിച്ചു. ഓക്കെ ഫ്രണ്ട്സ്, അപ്പൊ നമ്മളുടെ റിപ്പോർട്ടഡ് സ്പീച്ച് എന്ന് പറയുന്ന മൂന്നാമത്തെ ബ്ലോക്കിലെ ഫസ്റ്റ് യൂണിറ്റ് കംപ്ലീറ്റ് ആയി. അപ്പൊ എല്ലാ ആളുകളും വീഡിയോ കംപ്ലീറ്റ് ആയി കണ്ട ശേഷം ഒന്ന് ലൈക്ക് ചെയ്യാം, ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യാം കേട്ടോ. നിങ്ങളൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. ഓക്കെ ഫ്രണ്ട്സ്, താങ്ക്സ് ഫോർ വാച്ചിങ്.